എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും നൂറുകണക്കിന് ആളുകളാണ് പുതുതായി ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുന്നത്. ഈ പദയാത്രയുടെ ഒരു ഹൈലൈറ്റ് എന്ന് തന്നെ പറയുന്നത് എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും പുതുതായിട്ട് ആളുകൾ BJPയിൽ ചേരുന്നതാണ്. നല്ലൊരു ശതമാനം ആളുകൾ മതന്യൂനപക്ഷങ്ങളിൽ നിന്നാണ് എന്നുള്ളതാണ് ഇത്തവണ കേരള പദയാത്രയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകരണത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയോടുള്ള ജനങ്ങളുടെ വിശ്വാസം ഓരോ ദിവസവും കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഇരു മുന്നണികളോടുമുള്ള അമർഷം ജനങ്ങൾക്കിടയിൽ ശക്തമാണ് എന്നുള്ളതാണ് ഈ പദയാത്രയിലുടനീളം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ തന്നെ എത്രമാത്രം ജനവിരുദ്ധമാണ് കേരള സർക്കാർ എന്നുള്ളതിൻ്റെ തെളിവാണ് സപ്ലൈകോയിലെ 13 ഉൽപ്പന്നങ്ങൾക്ക് സബ്സിഡി ഇപ്പോൾ കുറച്ചിരിക്കുകയാണ്. 55% സബ്സിഡി ഉള്ളത് 35% കുറയ്ക്കുന്നു. ഇപ്പോൾ ഭാരത് അരിയേക്കാൾ കൂടുതലാണ് കേരളത്തിലെ സപ്ലൈകോയിൽ വിൽക്കുന്ന അരിയുടെ വില. ഭാരത് അരിക്ക് 29 രൂപയേ ഉള്ളൂ. സപ്ലൈകോയിൽ ഇപ്പോഴത്തെ വില അനുസരിച്ച് 30 രൂപ കൊടുക്കണം. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമായിട്ടുള്ള സപ്ലൈകോയിൽ അതിഭീകരമായ തോതിൽ വില വർദ്ധിക്കുകയാണ്. അപ്പോഴും ഭാരത് അരി വിൽക്കാൻ വരുന്നവരെ തടസ്സപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഭാരത് അരി കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും വിൽക്കണം എന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഭക്ഷ്യമന്ത്രി പറയുകയാണ് ഇത് മോദി അരിയാണ്, ഇത് രാഷ്ട്രീയ അരിയാണ്. മറ്റൊരു മന്ത്രി പറയുകയാണ്, റവന്യൂ മന്ത്രി പറയുകയാണ് ഈ അരി വോട്ടിന് വേണ്ടിയുള്ള അരിയാണ്. പൊതുമാർക്കറ്റിൽ 45 രൂപയും 50 രൂപയും വില വരുന്ന അരി 29 രൂപയ്ക്ക് കേരളത്തിൽ ഭാരത് അരിയായി വിൽക്കുന്നതിനെ തടസ്സപ്പെടുത്തുകയാണ്, അതിനെ ആക്ഷേപിക്കുകയാണ്. അവരാണ് 2 ദിവസം കഴിഞ്ഞപ്പോൾ കേരളത്തിൽ സപ്ലൈകോയിൽ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന 55% സബ്സിഡി ഇപ്പോൾ 35% കുറയ്ക്കാൻ തീരുമാനിച്ചത്. സപ്ലൈകോയിലെ ഉൽപ്പന്നങ്ങൾക്കെല്ലാം വില വർദ്ധിക്കുകയാണ്. സർക്കാർ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ബാധ്യതപ്പെട്ടതാണ്. വിപണിയിൽ ഇടപെടാൻ ബാധ്യതയുള്ളവരാണ്. പൊതുമാർക്കറ്റിൽ ഭീമമായ വില വർദ്ധിക്കുമ്പോഴാണ് സപ്ലൈകോ പോലുള്ള സ്ഥാപനങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. അവരുടെ ഡ്യൂട്ടിയാണത്, മാർക്കറ്റ് ഇൻ്റർവെൻഷൻ. അതിന് പകരം പൊതുമാർക്കറ്റിൽ ഭീകരമായ വില വർദ്ധിക്കുമ്പോൾ സർക്കാരിൻ്റെ മാധ്യമങ്ങളിൽ സ്ഥാപനങ്ങളിലെല്ലാം വില വീണ്ടും കൂട്ടുകയാണ്. ഇതുപോലെ ജനവിരുദ്ധമായൊരു സർക്കാർ നമ്മളെ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. മന്ത്രി പറയുന്നത് സാധാരണക്കാരനെ ബാധിക്കില്ലെന്നാണ്. സാധാരണക്കാരനെ അല്ലെങ്കിൽ പിന്നെ ആരെയാണ് ബാധിക്കുന്നത്? എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വില വർദ്ധിക്കും. സപ്ലൈകോയിലെ വില വർധനവ് പൊതുമാർക്കറ്റിൽ വീണ്ടും വില കൂടാൻ കാരണമാവും. അതൊരു സാധാരണ ന്യായമാണ്. സപ്ലൈകോയിൽ വില കൂടുമ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ കച്ചവടക്കാർ വില കൂട്ടുമെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അതായത് നരേന്ദ്രമോദി സർക്കാർ നൽകുന്ന അരി, റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന അരി, ഞാൻ ഭാരത് അരിയെക്കുറിച്ചല്ല, മോദി സർക്കാർ നൽകുന്ന 5 കിലോ അരി കേരളത്തിലെ ലക്ഷക്കണക്കിന് പാവപ്പെട്ടവർക്ക് സൗജന്യ നിരക്കിൽ ലഭിക്കുന്ന 5 കിലോ അരി നമ്മുടെ നാട്ടിൽ പട്ടിണി കുറയ്ക്കാൻ കാരണമായിട്ടുണ്ട്. അത് കഴിഞ്ഞ് സംസ്ഥാനം വിതരണം ചെയ്യുന്ന അരിക്ക് 29 രൂപയും സബ്സിഡി കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അതും പോരാഞ്ഞ് 29 രൂപയ്ക്ക് ഓപ്പൺ മാർക്കറ്റിൽ അരി കൊടുക്കാൻ ഭാരത് അരി എന്ന് പറഞ്ഞ അരി വരുമ്പോൾ അതിനെ തടസ്സപ്പെടുന്നത് എന്തിനാണ്? ഒരു വശത്ത് സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ വില വർദ്ധിപ്പിക്കുക, അതുവഴി ഓപ്പൺ മാർക്കറ്റിൽ വിലക്കയറ്റത്തിന് കാരണമാവുക, എന്നിട്ട് വലിയ ന്യായം പറയുകയാണ് ഇത് പാവങ്ങളെ ബാധിക്കില്ല, ഞങ്ങൾ പാവപ്പെട്ടവരുടെ സർക്കാരാണ്. ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. എല്ലാ രംഗത്തും കേരളം ജനവിരുദ്ധ നയങ്ങളാണ് തുടരുന്നത്. മുഷ്കും ധിക്കാരവുമാണ് സർക്കാരിൻ്റെ മുഖമുദ്ര. ഇന്നലെ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പുതുതായി നിർമ്മിച്ചിട്ടുള്ള ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതോടനുബന്ധിച്ച് മാനേജ്മെൻറ്റ് അവിടെ ഒരു ഗണപതി ഹോമം നടത്തി. നമ്മുടെ നാട്ടിൽ എല്ലാ സ്ഥാപനങ്ങളിലും, അത് ISRO ആയാലും അതുപോലുള്ള എല്ലാ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലും ഒരു നല്ല കാര്യം നടക്കുമ്പോൾ ഒരു ഗണപതി ഹോമം പതിവുള്ളതാണ്. അതിന് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ
ആചാരങ്ങളുമായിട്ട് അതിനെ കൂട്ടിക്കുഴക്കേണ്ട ആവശ്യമില്ല. കുറ്റ്യാടിയിലെ ഒരു മുസ്ലിം സഹോദരനും ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു ഗണപതി ഹോമം നടത്തിയതിനെതിരെ പരാതി പറഞ്ഞിട്ടില്ല. കുറ്റ്യാടിയിലും പരിസരത്തുമുള്ള ഏതെങ്കിലും ഒരു മതന്യൂനപക്ഷ സഹോദരനോ സഹോദരിയോ ഈ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടില്ല. CPM-ൽ ഈ അടുത്ത കാലത്ത് ചേർന്ന മുൻ PFIക്കാരായിട്ടുള്ള ആൾക്കാരാണ് അവിടെ വന്ന് ബഹളം വെച്ചത്. DYFI നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ PFIക്കാരെ കൊണ്ട്. സംസ്ഥാനത്ത് PFI നിരോധിച്ചതിന് ശേഷം DYFIയിലേക്ക് അവർ ചേക്കേറിയിരിക്കുക. അതാണ് മലബാറിലുള്ള തർക്കം തന്നെ. ലീഗിലേക്ക് ചേക്കേറുന്നവരും DYFIയിലേക്ക് ചേക്കേറുന്നവരും. അങ്ങനെ DYFIയിലേക്ക് ചേക്കേറിയ PFIക്കാർ ബഹളം വെച്ചതിനെ തുടർന്ന് ആ മാനേജറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പ്രിൻസിപ്പാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇത് എന്തൊരു സാമാന്യ നീതിയാണ് കേരളത്തിൽ നടക്കുന്നത്. ധിക്കാരപരമായ സമീപനമാണ് എടുക്കുന്നത്. ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് എല്ലാ കാര്യങ്ങളിലും ശ്രമിക്കുന്നത്. ജനങ്ങൾ വറുതിയിലും പട്ടിണിയിലും പൊറുതി മുട്ടുമ്പോഴാണ് ഇത്തരം നിലപാടുകൾ സർക്കാർ എടുക്കുന്നത്.